നവംബർ 6 31 ആഴ്ചയിലെ വ്യാഴാഴ്ച. ലൂക്ക 15 1 മുതൽ 10 വരെ വാക്യങ്ങൾ. നഷ്ടപ്പെട്ടുപോയ ആടിൻ്റെ ഉപമ ഒരു ആധുനിക പശ്ചാത്തലത്തിൽ മാറ്റി എഴുതാൻ ഒരു അധ്യാപിക തൻ്റെ വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. ഒരു വിദ്യാർത്ഥി ഇങ്ങനെ എഴുതി: 100 പേജുള്ള ഒരു ടേം പേപ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞെന്ന് കരുതുക. അപ്പോഴാണ് ഒരു ഷീറ്റ് നഷ്ടപ്പെട്ടതായി നിങ്ങൾ കണ്ടെത്തുന്നത്. എന്തു ചെയ്യും? ബാക്കിയുള്ള 99 ഷീറ്റുകളെക്കുറിച്ച് മറന്ന് നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഷീറ്റ് തിരയും. അത് കണ്ടെത്തുമ്പോൾ ബാക്കിയുള്ള 99 ഷീറ്റുകൾ എടുത്ത് വായുവിലേക്ക് എറിഞ്ഞ് എൻ്റെ നഷ്ടപ്പെട്ട ഷീറ്റ് എനിക്ക് ലഭിച്ചെന്ന് പറയുന്നതിൽ നിങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് മടങ്ങുമ്പോൾ ദൈവത്തിന് തോന്നുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പങ്കുവച്ച 2 ശക്തമായ ഉപമകൾ കാണാം. നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉപമയും. ഇവ വെറും കഥകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തെയും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെപ്പോലും സ്വർഗത്തിൽ കാണുന്ന അതിയായ സന്തോഷത്തെയും ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള ആഴമേറിയ പഠിപ്പിക്കലുകളാണ്. പാപികളുമായി സഹവസിച്ചതിന് തന്നെ വിമർശിച്ച ഫരിസേയരെയും ശാസ്ത്രിമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു അവരുടെ ഇടുങ്ങിയ വീക്ഷണത്തെ വെല്ലുവിളിക്കുകയും അവരുടെ നീതിബോധത്തെ കുറ്റപ്പെടുത്തുകയും നഷ്ടപ്പെട്ടവരോടും മോചനം ആവശ്യമുള്ളവരോടും ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഫരിസേയരും ശാസ്ത്രിമാരും യഹൂദ സമൂഹത്തിൽ മതപരമായ അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും സ്ഥാനം വഹിച്ചിരുന്നു. പാപികളോടുള്ള അവരുടെ അവജ്ഞ നികുതി പിരിവുകാരും അക്കാലത്തെ പ്രബലമായ മനോഭാവത്തെ പ്രതിഫലിപ്പിച്ചു. പുറത്താക്കപ്പെട്ടവരായി കണക്കാക്കപ്പെടുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് യേശു സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും എല്ലാവരോടും ദൈവത്തിൻ്റെ സമഗ്രമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരുടെ മുൻകാല തെറ്റുകളോ സാമൂഹിക നിലയോ അവിടുന്ന് പരിഗണിക്കുന്നില്ല. നമുക്കിന്ന് സ്വയം ചോദിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്? നാം എല്ലാവരും കുറഞ്ഞത് ഒരു ചെറിയ തോതിലെങ്കിലും യേശുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിൽ നിന്ന് അകന്നുപോയ സമയങ്ങളുണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു ദുരന്തം മൂലമായിരിക്കാം ഇത്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടം, ജോലി നഷ്ടം, സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളി വേർപിരിയുന്നത്, അല്ലെങ്കിൽ കാലക്രമേണ നിങ്ങൾ യേശുവിൽ നിരാശനാവുന്നത് മൂലമൊക്കെ ഇങ്ങനെ സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഒന്ന് ഓർമ്മിക്കുക. അവരെ ഒരു പുറനാട്ടുകാരനോ നഷ്ടപ്പെട്ട ആടോ ആയി കണക്കാക്കാം. ആ വ്യക്തി ഒരുപക്ഷെ വീടില്ലാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ആകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധനായ അയൽക്കാരനാകാം. നിങ്ങളുടെ സമയവും ശ്രദ്ധയും വിലമതിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ നിന്ന് അകന്നു താമസിക്കുന്ന ഒരു അംഗമായിരിക്കാം. ഈ ഗ്രഹത്തിലെ ഓരോ വ്യക്തിയെയും യേശു സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയുടെ കഴിവുകളോ ബുദ്ധിശക്തിയോ ശമ്പളമോ പദവിയോ നോക്കിയല്ല യേശു സ്നേഹിക്കുന്നത്. ഓരോ വ്യക്തിയെയും യേശു അവരായിരിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.